തിരുവനന്തപുരത്ത് ബി.ജെ.പി. കൗൺസിലർമാരുടെ നഗരസഭാ മാർച്ചിൽ വനിതാ കൗൺസിലർക്ക് മർദ്ദനം. കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ പത്മയെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ബി.ജെ.പി. കൗൺസിലർമാരുടെ നഗരസഭാ മാർച്ചിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉടലെടുക്കുന്ന സാഹചര്യവും സംഘർഷ സാധ്യതയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വനിതാ കൗൺസിലർക്ക് മർദ്ദനമേറ്റിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? രോഹിണി, അല്പസമയം മുമ്പാണ് നഗരസഭയിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം നടന്നത്. പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം നഗരസഭയിലേക്ക് എത്തിയ പ്രവർത്തകർ അവിടെ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റി. ഈ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുന്നതിനിടയിലാണ് ഒരു വനിതാ കൗൺസിലർക്ക് മർദ്ദനമേൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് മർദ്ദനമുണ്ടായത്. പുരുഷ പോലീസാണ് മർദ്ദിച്ചിരിക്കുന്നത്. വനിതാ കൗൺസിലറെ വലത് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നമ്മളോടൊപ്പം വനിതാ കൗൺസിലർ ചേരുന്നുണ്ട്. കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ പത്മയ്ക്കാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും മർദ്ദനമേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? മാർച്ച് കഴിഞ്ഞ് ഞങ്ങൾ കവാടത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പുരുഷ പോലീസ് വന്ന് ഞങ്ങൾ എല്ലാ കൗൺസിലർമാരെ മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പോലീസ് എൻ്റെ കയ്യെ പിടിച്ചു വലിച്ച് തറയിലേക്ക് നിലത്ത് ചവിട്ടുകയായിരുന്നു. ദേഹത്ത് ചവിട്ടി. അപ്പം തൊട്ടടുത്ത് ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഉൾപ്പെടെ ഉള്ളവരാണ് എന്നെ രക്ഷിച്ചത്. ഒരു 7-8 പോലീസുകാർ ഒത്തുപിടിച്ചും എന്നെ തറയിൽ തള്ളിയിടുകയായിരുന്നു. ഇപ്പോൾ ഇളവിയെന്നാണ് തോന്നുന്നു. നല്ല പെയിനുണ്ട്. വനിതാ പോലീസ് ധാരാളം അവിടെ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തല്ലേ? ആ സമയത്ത് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് അവിടെ പുരുഷ പോലീസ് ആണ് ഉണ്ടായിരുന്നത്. അവരാണ് ഞങ്ങൾ കൗൺസിലർമാരെന്ന്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കാതെ പുരുഷ പോലീസ് തന്നെ മാറ്റുകയായിരുന്നു. അതെ. പുരുഷ പോലീസുകാർ നമ്മൾ കവാടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ സമരമായിട്ട് വീണ്ടും അകത്തേക്ക് പോവുകയാണെന്ന് വെച്ചിട്ട് അവർ ഓടി വന്ന് ഞങ്ങളെ മർദ്ദിക്കുകയായിരുന്നു. എങ്ങനെ ശാരീരിക അവസ്ഥ എങ്ങനെ ഇപ്പോൾ? നല്ല വേദനയുണ്ട്. വയറ്റിലും കയ്യിലും ഒക്കെയാണ് ചവിട്ടിയൊക്കെ ചെയ്തത്. രോഹിണി, അതുതന്നെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെയാണ് ഈ പുരുഷ പോലീസ് കൗൺസിലർമാർക്ക് നേരെ ഈ അക്രമം അഴിച്ചുവിട്ടത്. അതായത് വലിയ ഒരു പ്രതിഷേധത്തിന് ശേഷം കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ നഗരസഭയിലേക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ആ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയിരുന്നു. നീക്കം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടമായി അവിടേക്ക് എത്തുകയും വനിതാ കൗൺസിലർമാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വലത് കൈക്ക് കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ബി.ജെ.പി. കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലറാണ്. വലിയ രീതിയിലൊരു സമര പോരാട്ടമാണ് നടന്നത്. നഗരസഭയിലെ അഴിമതിക്കെതിരെ ശക്തമായൊരു പോരാട്ടം, ശക്തമായൊരു സമരം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ആ നഗരസഭയുടെ സമരത്തിന് ശേഷം, ആ പ്രതിഷേധ സമരത്തിന് ശേഷം സമരം അവസാനിച്ച് നഗരസഭയിലേക്ക് മടങ്ങുകയായിരുന്നു. നഗരസഭാ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയായിരുന്നു ഈ വനിതാ കൗൺസിലർമാരെല്ലാവരും. അപ്പോഴാണ് അവിടെ കൗൺസിലർമാർക്കെതിരായി സ്ഥാപിച്ചിരിക്കുന്ന ഇടതുപക്ഷം CPM സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തത്. ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂട്ടമായി പോലീസ് ഉദ്യോഗസ്ഥർ, പുരുഷ പോലീസ് അവിടേക്ക് എത്തി ഈ വനിതാ കൗൺസിലർമാരെ തടയുകയും അതിൽ ഒരു കൗൺസിലർ നമുക്ക് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച വാർഡ് കൗൺസിലറെ പത്മയെ തറയിൽ തള്ളിയിടുകയും തുടർന്ന് അവിടെ നിന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായൊരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം തന്നെയാണ് സംസ്ഥാനവും അതോടൊപ്പം തന്നെ നഗരസഭയും ഭരിക്കുമ്പോൾ, അപ്പോഴാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് നേരത്തെയും പലതരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നഗരസഭാ കൗൺസിലറെ കൂടി മർദ്ദിക്കുന്ന നിലയിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും സമീപനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം വനിതാ കൗൺസിലറാണ്. ഒരു കാരണവശാലും പുരുഷ പോലീസ് അവരുടെ അടുത്തേക്ക് പോകാനോ ശരീരത്തിൽ സ്പർശിക്കാനോ പാടുള്ളതല്ല. എന്നിട്ടും അതിലേക്ക് മുതിരണമെങ്കിൽ, അത് മാത്രമല്ല അവിടെ നിലവിൽ ആ സംഘർഷ സാഹചര്യമൊക്കെ കഴിഞ്ഞ് അവർ തിരികെ കവാടത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇത്തരത്തിൽ പോലീസുകാരൻ വന്ന് മർദ്ദിക്കുന്നത് അല്ലേ? രോഹിണി, തീർച്ചയായും. കാരണം ഒരു സമരമായതുകൊണ്ട് തന്നെ അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ധാരാളം ഉണ്ടായിരുന്നു, പുരുഷ പോലീസും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വനിതാ പോലീസിനെ അറിയിക്കാം, വനിതാ പോലീസിനോട് വിളിച്ചു മാറ്റാൻ പറയാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലീസിന് അങ്ങനെ പ്രതികരിക്കാൻ കഴിയും. എന്നാൽ അതിന് കൂട്ടാക്കാതെ ഈ പുരുഷ പോലീസ് കൂട്ടമായി അവിടേക്ക് എത്തുകയും ഈ സമരക്കാരെ, അതായത് കൗൺസിലർമാരെ അവിടെ നിന്നും പറഞ്ഞയക്കാനോ ഫ്ലെക്സ് ബോർഡുകൾ എടുത്ത് മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങിയ വനിതാ കൗൺസിലർമാരെ അവിടുന്ന് പുറത്തേക്ക് പോകാൻ, അവിടുന്ന് മാറ്റാൻ ഉള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. ആ ശ്രമം
നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ തിക്കും തിരക്കും തള്ളുമുണ്ടാകുകയും വനിതാ കൗൺസിലറെ പിടിച്ചു തള്ളുന്ന നിലയിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സമീപനം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പിന്നീട് തറയിൽ വീണ കൗൺസിലറെ ചവിട്ടുന്ന നിലയിലേക്കെല്ലാം എത്തിയത്. വലത് കൈക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കൗൺസിൽ നമ്മളോട് പറഞ്ഞത്. പത്മ കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലാണ് കൗൺസിൽ നമ്മളോട് പറയുന്നത്. മാത്രമല്ല മറ്റ് കൗൺസിലർമാരെയും പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന നിലയിൽ പിടിച്ചു തള്ളുന്ന നിലയിലേക്ക് വന്നിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഫ്ലെക്സ് ബോർഡുകളിൽ ഇരിക്കുമ്പോൾ ആ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുന്നത് സ്വാഭാവിക ഒരു നടപടിയാണ്. കാരണം ഈ നഗരസഭയ്ക്ക് മുമ്പിൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് കൗൺസിലർമാരെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്കുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് സ്ഥാപിച്ചത്. ആ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവിക ഒരു നടപടിക്രമം എന്ന നിലയിൽ ആ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുമ്പോൾ പോലീസിന് അവിടെ ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ പ്രകോപനപരമായിട്ടാണ് പോലീസിൻ്റെ ഒരു ഇടപെടൽ ഈ കൗൺസിലർമാരുടെ നേർക്കുണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടമായി അവിടേക്ക് എത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും നമ്മളോടൊപ്പം കൗൺസിലർ ഗിരി കൂടി ചേരുന്നുണ്ട്. വനിതാ ഒരു കൗൺസിലർക്കാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായത്. അങ്ങനെയും പോലീസ് പിടിച്ചു തള്ളുന്നൊരു നിലയിലേക്ക് എത്തിയിരുന്നു. സ്വാഭാവികമായിട്ടൊരു ഫ്ലെക്സ് ബോർഡ് മാറ്റുമ്പോൾ ഇത്തരത്തിൽ പ്രകോപനം ചെയ്യേണ്ട ആവശ്യം പോലീസുകാർക്കുണ്ടോ? ഇതൊരു കേവല ഫ്ലെക്സ് ബോർഡിൻ്റെ മാത്രം വിഷയമല്ല. ഇത് നിരന്തരം BJPക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അവർ ആരംഭിച്ചിട്ടുള്ളതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല BJP ഇവിടെ ജനാധിപത്യപരമായി നടത്തുന്ന സമരത്തിൻ്റെ ബോർഡുകൾ പോലും ഈ പരിസരത്ത് പോലും വയ്ക്കുവാനുള്ള അനുവാദം പോലീസും തരാറില്ല, നഗരസഭയും തരാറില്ല. പക്ഷേ CPM ഏത് ബോർഡ് വെച്ചാലും ഇവിടെ വച്ചിരിക്കുന്ന ഒരു നിരന്തരമായിട്ടുള്ള നിലപാടുകളുണ്ട്. വീട്ടുകാരൻ തട്ടിപ്പിൻ്റെ സമയത്തൊക്കെ നിരന്തരം BJPയുടെ ബോർഡുകൾ ഇവിടെ നിരന്തരം നശിപ്പിച്ചു കൊണ്ടിരുന്നു. ഒരു രാത്രി വെച്ചാൽ അടുത്ത പകൽ എടുത്തു മാറ്റുന്ന രീതിയിൽ പോലീസ് അത്തരത്തിൽ ഒരു പക്ഷപാതപരമായി ചെയ്തിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാവും. ഒരു പുരുഷ പോലീസാണ് നമ്മുടെ വനിതാ കൗൺസിലറെ മർദ്ദിച്ചിരിക്കുന്നത്. BJPയുടെ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് അങ്ങനെ പ്രകോപനം ഉണ്ടാവേണ്ട ഒരു സാഹചര്യവും നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. കാര്യം നമ്മൾ പ്രകടനം കഴിഞ്ഞ് കൗൺസിലർമാർ തിരിച്ച് കോർപ്പറേഷനകത്തേക്ക് കയറുന്ന സമയത്താണ് അവിടെ ബാരിക്കേഡിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് തടഞ്ഞു വെച്ച് ഈ പ്രശ്നത്തിലേക്ക് പോലീസ് BJP കൗൺസിലർമാരെ തള്ളിവിടുകയായിരുന്നു. കൗൺസിലർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതെ, കൗൺസിലർമാരെ ആശുപത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. രോഹിണി, പരിക്കേറ്റ കൗൺസിലർമാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ഈ കൗൺസിലർമാരെ കൊണ്ടുപോകുന്നത്. വലത് കൈക്ക് സാരമായിട്ട് ഈ കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ പത്മയുടെ വലത് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൂട്ടമായിട്ട് ഈ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലൊരു മർദ്ദനം അഴിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും സമരം കഴിഞ്ഞ് വരുമ്പോൾ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ളതൊന്നും ഉണ്ടാകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരമൊരു സമീപനം അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായത്. നമ്മൾ വലിയ രീതിയിൽ മർദ്ദിക്കുന്നൊരു സാഹചര്യം. കാരണം കൗൺസിലറുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ കൂട്ടമായി തള്ളിയിടുന്ന നിലയിലേക്ക് എത്തിയെന്നാണ് ഈ കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ പത്മ നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അങ്ങനെ തള്ളിയിട്ടിട്ട് മർദ്ദിക്കുന്ന നിലയിൽ, ചവിട്ടുന്ന നിലയിലേക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു സമീപനം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് വലിയ രീതിയിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ഈ പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. സ്വാഭാവികമായിട്ടും സമരങ്ങൾ നടക്കുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാകും. എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യമോ അല്ലെങ്കിൽ സമീപനമോ ഇല്ല. എന്നാൽ പോലീസ് ബലാൽ ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടാണെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ കൗൺസിലറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ആശുപത്രിയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലേക്കാണ്. ശരി പ്രശാന്ത്, തിരുവനന്തപുരത്താണ് BJP കൗൺസിലർമാരുടെ നഗരസഭാ മാർച്ചിൽ ഇത്തരത്തിൽ പുരുഷ പോലീസിന്റെ അതിക്രമം. വനിതാ കൗൺസിലർക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. വനിതാ കൗൺസിലറെ ഈ നഗരസഭയുടെ സമരം തീർന്നു പോയ ശേഷം കവാടത്തിലേക്ക് അകത്ത് കയറുന്ന അവസരത്തിലാണ് ഇത്തരം ഒരു ആക്രമണം പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അത് അതിരൂക്ഷമായി ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ പുരുഷ പോലീസാണ് ഇവിടെ ആക്രമിച്ചതും. അതുകൊണ്ട് തന്നെ കയ്യിൽ സാരമായ പരുക്ക് പറ്റിയിട്ടുണ്ട്. കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ പത്മയ്ക്കാണ് പരുക്ക് പറ്റിയിട്ടുള്ളത്. ആ പരുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയ ശേഷമുള്ള നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇത്രയും ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും വനിതാ പോലീസ് ഉണ്ടായിട്ടാണ് ഈ പുരുഷ പോലീസ് ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചത്. ഇത്രയും വനിതാ പോലീസ് ഉണ്ടായിട്ടും യാതൊരു പ്രകോപനപരമായിട്ടുള്ള സാഹചര്യം ഒരുക്കാതെയാണ് ഒരു വനിതാ കൗൺസിലറെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് ചേർന്ന ഒരു സ്വഭാവമല്ല ഇന്നിവിടെ അരങ്ങേറിയത്. ഒരു ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാനുള്ള അവകാശവും അധികാരവും നമുക്കുണ്ട്. ആ അവകാശത്തെ പോലും അംഗീകരിക്കാത്ത ഒരു ഭരണകൂടമായി ഈ അഴിമതി ഭരണകൂടം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.
രോഹിണി, അത് തന്നെയാണ് വനിതാ കൗൺസിലറെ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോവുക. വലത് കൈക്ക് സാരമായി പരിക്കേറ്റു. പ്രതിഷേധം കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു, അല്ലെങ്കിൽ പ്രതിഷേധത്തിന് ശേഷം നഗരസഭയിലേക്ക് പോകുകയായിരുന്ന കൗൺസിലർമാരെയാണ് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പുരുഷ പോലീസ് മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടമായി എത്തുകയും ഈ വനിതാ കൗൺസിലർമാരെ തള്ളി തറയിലേക്ക് ഇടുന്ന നിലയിലെല്ലാം എത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ തന്നെയാണ് അവരും പ്രതികരിച്ചത്. എന്തായാലും പരിക്കേറ്റ വനിതാ കൗൺസിലറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.